ഫയർഫോഴ്സ് അല്ലേ? ഫയർഫോഴ്സ് ആണ്. അതെ. ചീട്ടളിയൊക്കെ കണ്ടപ്പോഴേ ഒരു കാര്യം പറയാണ്ടിനി അതിന് വേണ്ടി വന്നാ. ഇത് കൊണ്ടല്ലേ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ. ആ കണ്ട്. എന്താ കാര്യം? ഒരു മിനിറ്റ് കളി പിന്നെ ജോലി കഴിഞ്ഞിട്ട് മതി ബാക്കി കളി. അത് വേറെ ഉണ്ണി ഇരിക്കും. എവിടെയാ തീ പിടിച്ചത് പറഞ്ഞോ? തീപിടിച്ചല്ല സാറേ, നമ്മളെ പേര് മൊയ്തു. എന്റെ വീട്ടിന്റെ മേലെ ഒരു പ്ലാവിന്റെ മേലെ ഒരു തേനീച്ചക്കൂട് ഉണ്ടായിക്കണം, വലിയ തേനീച്ചക്കൂടാ. അപ്പൊ ഈ തേനീച്ചകള് അയൽവാസികളൊക്കെ പോയിട്ട് കൊത്തുക, എല്ലാരെയും കുത്തി, ഇന്നേം കുത്തി, ഇന്റെ ഭാര്യനെയും കുത്തി. അതെ, തേനീച്ചന്റെ പരിപാടി അതാണ്. ഇതെങ്ങനെ കുത്തിക്കൊണ്ട് അല്ല, കുത്തി എന്ന് പറഞ്ഞ സാറേ, കുത്തി കടച്ചല് മൊയ്ക്കുക, ഇങ്ങനെ വീർത്ത് വരിക. ഞാൻ പറയട്ടെ, ഈ തേനം തൊട്ട് മക്കിയ എന്താ അവസ്ഥ? തേന് കിട്ടൂല, അതിന്റെ അടുത്തേക്ക് അടുക്കാൻ പറ്റൂല എന്ന് അമ്മാരി കൂടാണത്. അതിനോട് കളിക്കാം. എന്നിട്ടിപ്പോ നാട്ടുകാരെ മുഴുവൻ കുത്തി, നാട്ടുകാരൊക്കെ പെരയിൽ വന്നിട്ട് പറഞ്ഞ് നമ്മൾ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കും, നിങ്ങൾ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം. അതെ, അങ്ങനെ നമ്മളിത് വാർഡ് മെമ്പറുടെ അടുത്ത് പറഞ്ഞു, റാണിന്റെ അടുത്ത്. അപ്പൊ നമ്മളെ മെമ്പർ റാണി പറഞ്ഞ് നിങ്ങളിത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് പറഞ്ഞാൽ മതി, ഇത് ശരിയാക്കി തരും. അങ്ങനെ ഞാനും പെണ്ണുങ്ങളുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ പോയി. സമാധാനം. അല്ല, ആടെ ചെന്നപ്പോ പറയാണ് അത് ഓരോ വകുപ്പല്ല, ഇത് ഫയർഫോഴ്സ് ആണ് ചെയ്യാന്ന്. ഫയർഫോഴ്സ് കത്തിച്ചാളൊന്ന്. അപ്പൊ നിങ്ങൾ പെരയിൽ വന്ന ഒന്ന് കത്തിക്കണം ആ കൂട്. ലോകത്തെവിടെയും ഫയർഫോഴ്സ് കത്തിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ടാ? ഇന്ത്യയിലില്ല. നമ്മൾ കെടുത്തറാ പണി, നമുക്ക് കത്തിക്കലില്ല, നമ്മുടെ ഡയറിയിലേ ഇല്ല. കെടുത്തു. പക്ഷെ ഫോറസ്റ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾ കത്തിക്കുന്ന പറഞ്ഞു. നിങ്ങൾ പോയിട്ട് ഒന്ന് കെണ്ടത്തുള്ള നിങ്ങൾ എടുക്കാൻ ആദ്യം ഞാനുണ്ടാവും. ഇനി നിങ്ങളെ ഭാര്യ എന്തെങ്കിലും ചുമ്മുണിയായിട്ട് വെച്ചിട്ട് കത്തിച്ചു എന്നിരിക്കുക. അതോ ഞാനുണ്ടാവും, ജീവൻ രക്ഷിക്കും ഞാൻ. കത്തിക്കൂല അല്ലേ? കത്തിക്കൂല. കത്തിക്കൽ നമ്മളെ പണിയല്ല. ഇനിയിപ്പോ നമ്മളിതിനിപ്പോ എന്താ കാട്ട് സാറേ? നിങ്ങൾ പോയിട്ട് ഇപ്പൊ ഒരു കാര്യം ചെയ്യും. ആളെന്തെങ്കിലും പ്രശ്നങ്ങളാറ്റം പരിപാടി പ്രശ്നങ്ങൾ ആൾക്കാരൊക്കെ വന്ന് കച്ചേരി ആക്കിക്കണം, എല്ലാരെയും കുത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് കുഴപ്പങ്ങളുണ്ട്. ഇപ്പൊ കൊടുകൈ ഈ ഒറ്റ കാര്യം മതി, നേരെ പോലീസ് സ്റ്റേഷനിൽ പോയാൽ മതി. പ്രശ്നങ്ങൾ തീർക്കുന്ന പോലീസ് സ്റ്റേഷനല്ല, അടിപിടി കാര്യങ്ങള്. ഇനി കൊതുകായാലും കടന്തലായാലും ഇനി എന്ത് സാധനമായാലും അവരെടുത്താന്ന് കാര്യം നടക്കണം. അല്ല, നിങ്ങൾ ഈ പറയുന്ന ഈച്ച ഗാങ് നിങ്ങളുടെ വീടിന്റെ പരിസരത്ത് കൂട്ടത്തോടെയാണ് താമസിക്കുന്നത്? കൂട്ടത്തോടെ. ഇവര് രാത്രി കാലങ്ങളിൽ ഇറങ്ങി നിങ്ങളെ ആക്രമിക്കുന്നുണ്ട്? രാത്രി മാത്രമല്ല, പകലുണ്ട്. പകല് ഒറ്റയ്ക്കും തെറ്റയ്ക്കൊക്കെ വന്നിട്ടുള്ളൂ, രാത്രി കൂട്ടായിട്ടാ. ഈച്ച ഗാങ്. സുബൈറേ, സുബൈറേ, ഇവരിത് എവിടെ പോയി കിടക്കുക? നമ്മുടെ ഈ പഞ്ചായത്തിലെ ഈ ഈച്ച ഗാങ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗാങ് കൊട്ടേഷൻ സംഘത്തിലുണ്ടോ? പുലിസുനിയുണ്ട്, കടുവശങ്കരനുണ്ട്. അല്ല, അതെനിക്കറിയാം. കാരണം നമ്മുടെ ഈ പഞ്ചായത്തിലെ കടുവശങ്കറിന്റെ ഒരു ഗാങ് ഉണ്ട്, പുലിസുനിയുടെ ഒരു ഗാങ് ഉണ്ട്. പക്ഷെ ഈച്ച ഗാങ് പറഞ്ഞിട്ടൊരു ഗാങ് ഇതുവരെ ഇവിടെ കംപ്ലൈന്റ് വന്നിട്ടില്ല. സാറേ, ഈ ഈച്ച എന്ന് പറഞ്ഞാൽ തേനീച്ചയാണ്. തേനീച്ചയാണ് അത്. നമ്മളെ പെരേന്റെ പ്ലാവിന്റെ മേലെ വലിയ കൂട് വെച്ചിട്ട് ആടുന്ന് ഇറങ്ങി വരുന്ന. താൻ എന്താ ആളെ പൊട്ട കളിപ്പിക്കുക? ഈ തേനീച്ച തന്റെ വീട്ടിൽ ആക്രമിക്കണേനാണോ ഈ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് കംപ്ലൈന്റ് ചെയ്യണേ? സാറേ, എന്നെ മാത്രമല്ല നാട്ടുകാരൊക്കെ ആക്രമിക്കുന്നുണ്ട്. നാട്ടുകാരെ ആക്രമിക്കുന്നുണ്ടെങ്കിൽ അപ്പം എന്താ പോലീസുകാർക്ക് തേനീച്ച പിടിക്കലാണോ പണി? അല്ല സാറേ, ഈ പൊതുജനങ്ങളുടെ സമാധാനവും സ്വൈര്യമൊക്കെ തകർക്കുന്നവരെ ഇതാക്കണത് നിങ്ങളെ ജോലിയല്ലേ? അവിടുത്തെ പൊതുജനങ്ങളുടെ സമാധാനം തകർക്കുന്ന ആരാ? തേനീച്ചല്ലേ? തേനീച്ച. ഈ തേനീച്ചനെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്യണം. എന്തോരം തേനീച്ചണ്ടോ ഇവരൊക്കെ ഇടാനുള്ള ലോക്കപ്പ് ഉണ്ട് അവിടെ. അറസ്റ്റ് ചെയ്യണ്ട, എങ്ങനെയും നശിപ്പിക്കാനുള്ള എന്തെങ്കിലും ഒരു പണി നിങ്ങൾക്ക് ചെയ്തൂടെ? പോലീസിന്റെ പണിയാണോ തേനീച്ചനെ നശിപ്പിക്കല്? അല്ല സാറേ, ഇതിപ്പോ അവിടെ ആകെ പ്രശ്നമായിക്കണേ. നാട്ടുകാരൊക്കെ എനിക്കെതിരെ കേസ് കൊടുക്കും, പോലീസിൽ പരാതി കൊടുക്കും എന്നൊക്കെ പറയണ്ടേ. എല്ലാരും ഇടങ്ങേറായിക്കണം, അതാണ്. അപ്പൊ താൻ പറയുന്ന പോലെ നാട്ടുകാരുടെ പരാതി അനുസരിച്ച് ഞാൻ അവിടെ വന്നാൽ ഇയാളെ പിടിച്ചകത്തിരണ്ട് വരും. എടോ, ഇയാളുടെ പറമ്പിലല്ലേ ഈ തേനീച്ച കൂടുള്ളത്? അപ്പൊ പരാതി പ്രകാരം തന്നെ പിടിച്ച് അകത്തിടണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ തേനീച്ചക്കൂട് അവിടുന്ന് മാറ്റി ക്രമസമാധാനം പാലിക്കണം. മനസ്സിലായ? സാറ് നമ്മൾ എങ്ങനെയാണ് നശിപ്പിക്കുന്നത്? അതൊന്നും എനിക്കറിയില്ല. ഇയാൾ എത്രയും പെട്ടെന്ന് നശിപ്പിക്കണം, ഇല്ലെങ്കിൽ ഞമ്മന്ന് തന്നെ പിടിച്ച് അകത്താക്കും. ഇറങ്ങി പൊക്കി അവിടുന്ന്. എന്തൊരു കഷ്ടമാണ് റബ്ബേത്. തേനീച്ചേനൊക്കെ ഞങ്ങൾ പിടിച്ച് കൊല്ലണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ കളിയാക്കണ പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. പിടിക്കണം എന്നല്ല സാറേ, ഞാൻ എന്തെങ്കിലും കാട്ടിക്കോളാം. നിങ്ങൾക്ക് നിങ്ങളെ വകുപ്പല്ലല്ലോ. ഞങ്ങളുടെ വകുപ്പല്ല, ഞങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ശരി, കാണാം.
കഷ്ടാണ് റബ്ബേ. ഏടിയാ നീന്തിന് ഞാൻ പോയി പറയും. എടോ ഇയാൾക്ക് ഈ തേനീച്ചനെ കൂട് വെച്ച് പിടിച്ച് തേൻ സ്വരൂപിക്കണ വല്ല പണി അറിയോ? തേൻ കുടിക്കാറുണ്ട് സാർ. ഇയാൾ തേന് മാത്രമേ കുടിക്കൂ അല്ലേ? അങ്ങനെയല്ല സാർ, വല്ലപ്പോഴും കമ്പനി കൂടുമ്പോൾ 2 എണ്ണം അടിക്കാറുണ്ട്. കമ്പനി അടിച്ചിട്ട് തേൻ കുടിക്കും? ആ, തേൻ മാത്രമല്ല വൈനൊക്കെ കുടിക്കാറുണ്ട്. വൈൻ മാത്രമേ കുടിക്കും? അങ്ങനെയല്ല. ആ കൈയെടുക്കാടും. എന്തെങ്കിലും ഒരു കാര്യം ഫ്രണ്ട്ലിയായിട്ട് പറയുമ്പോൾ നേരെ ഇവിടെ കയറി ഇരുന്നോണം കേട്ടാ. നിൽക്കല്ലോ പാപ്പ. തേനീച്ച പിടിക്കുക പോലീസ്. സുറാത്തിന് വെള്ളം കിടക്ക് സുറ. അച്ഛനെ ഇവിടെ കാണിക്ക്. നിങ്ങൾ തേനീച്ച കുത്തിയാ? അത് തേനീച്ച കുത്തിയതല്ല സൂറ, അതിലും വലിയൊരു സാധനം മാന്തിയതാ. എന്ത്? രാഘവേട്ടൻ. രാഘവേട്ടനാ? ആ, രാഘവേട്ടന്റെ പേരക്കുട്ടീന്റെ തേനീച്ച കുത്തി. ഏടുന്ന്? ഓരോ പേരെന്നാ കുത്തിയത്. ഓരോ പേരേന്ന് കുത്തിയതിന് നിങ്ങളെ മാന്തിട്ട് എന്താ കാര്യോ? അതിന് കുറ്റം നമ്മളെ തേനീച്ചയാന്ന്. നിങ്ങൾ എന്താ പറയണ്? ഓരോ പേരയിൽ എങ്ങനെ നമ്മടെ തേനീച്ച വരിക? എന്റെ സൂറ, ഈ തേനീച്ചന്റെ കൂടെ നമ്മളെ പ്ലാവിന്റെ മേലല്ലേ. അതുകൊണ്ട് എന്താ നമ്മടെ തേനീച്ച അത്? അല്ല, ഞാൻ അറിയാൻ പാടാട്ട് ചോദിക്കുക, നമ്മളെന്താ തീറ്റ കൊടുത്ത് വളർത്താണ് ആയിട്ടുങ്ങളെ? ഇതൊക്കെ ഇപ്പൊ നാട്ടുകാരോട് പറഞ്ഞാൽ മനസ്സിലാവോ? പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ലെങ്കിൽ എല്ലാരും പറയാം നിങ്ങളെ വീട്ടിലെ തേനീച്ച, നിങ്ങളെ വീട്ടിലെ തേനീച്ചാന്ന്. എന്തെത്തപ്പ ഞാൻ കാട്ടുക? പോയി പറയുന്നിടത്തൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, പോലീസ് സ്റ്റേഷനിൽ പോയി, ഫോറസ്റ്റിൽ പോയി, ഫയർഫോഴ്സിൽ പോയി. ഇനി ഏടെ ഞാൻ പോയി പറയണ്ട സൂറ? ഇതൊരു വൈ പറ അലാക്കിൽ അവലിക്കഞ്ഞി അയക്കണത്. എന്തെങ്കിലും ഒരു വഴി നമ്മൾ കാണണം സൂറ. എന്റെ കയ്യിലൊരു വഴിയുണ്ട്. അങ്ങോട്ട് പറഞ്ഞോളൂ. ലേശ കടന്ന കൈയാണ്. എത്ര കടന്നാലും മണ്ടില്ല, നമ്മളത് ചെയ്യും. ഈ പറഞ്ഞോളൂ. ഉറപ്പല്ലേ? ആ, അല്ല സാറെന്താ ഇവിടെ? എന്താ സാറേ, കെന്റിൽ പശു വീണിട്ടെന്ന് പറഞ്ഞിട്ട് ഫയർഫോഴ്സിലൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് ഓടി വന്നതാ. പശു ഇല്ല, കുന്തൂല. എന്നെ കൊണ്ട് അല്ല സാറെന്താ ഇവിടെ? ഇയാൾ ഇതിന്റെ ഉള്ളിൽ പുലി ഉണ്ടെന്ന് പറഞ്ഞു വിളിച്ചത്. ഇവിടെ ഒരു ചുക്കും കാണില്ല. അപ്പൊ ഇയാളല്ലേ എന്നെ ഇവിടെ അകത്ത് കള്ളനെ പൂട്ടിയിട്ടുണ്ട് പറഞ്ഞു വിളിച്ച? കള്ളൻ എവിടെയോ? നമ്മളെ ഇവിടെ കള്ളനൊന്നുമില്ല. ഇവിടെ കള്ളനുമില്ല, പുലിയില്ല, പശുവില്ല. എടാ ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റുകാരെ വെറുതെ വിളിച്ച് ഭ്രാന്താണ് എനിക്ക്. നിങ്ങളെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകാരും ഇവിടെ നിന്ന് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കളി കളിച്ചാൽ ഇവിടെ ഐഡിയ എന്തിന് പറഞ്ഞു കൊടുക്കണേ. ഞങ്ങൾ എല്ലാവരുടെ ഓഫീസിൽ വന്നിട്ട് ഞങ്ങൾ പറഞ്ഞില്ലേ ഈ തേനീച്ചനെ കൊണ്ട് തോറ്റെന്ന്. അപ്പൊ നിങ്ങൾക്ക് ഒന്നും അതിന് കണ്ണു തുറക്കലില്ല. അപ്പൊ പിന്നെ ഇതുള്ളൊരു മാർഗം. നിങ്ങളെ ഓഫീസിൽ നമ്മൾ വന്നില്ലേ? ഇല്ലേ, വന്നില്ലേ? നിങ്ങളെ ഓഫീസിൽ വന്നില്ലേ? അപ്പൊ തന്നെ ഞാൻ പറഞ്ഞില്ലേ അത് നിങ്ങളെ ഓഫീസിൽ നമ്മൾ വന്നില്ലേ? അല്ല, വന്നപ്പോ നിങ്ങൾക്ക് ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോ അവസാനമായിട്ട് നമ്മൾ ചോദിക്കാം, ഇതിനെതിരെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? തന്നോട് ഞാൻ പറഞ്ഞാലോടാ, ഞങ്ങൾ പോലീസുകാർക്ക് തേനീച്ചനെ പിടിക്കാനല്ല പണിയുന്നത്. നിങ്ങൾക്ക് എന്താ പണി? ഞാൻ വറുത്ത തിന്ന അതിനങ്ങോട്ട് പറിച്ചിട്ട് ഞങ്ങൾക്ക് നല്ല പുലിയോ ആനയോ സിംഹമോ കടുവയൊക്കെയാണ് നോക്കാം. ഈ തേനീച്ചനെ പരിപാടി നടക്കൂല. നിങ്ങൾക്ക് പറ്റുമോ? തീ വന്നാ നമ്മൾ കെടുത്തിക്കളയും. ഒരു കടന്തല് കുത്തിയിട്ട് ഏതെങ്കിലും ഒരുത്ത പുഴയിലേക്ക് വീട്ടുണ്ടെങ്കിലേ ഓനെ നമ്മൾ രക്ഷപ്പെടുത്തും. അതാണ് ഫയർഫോഴ്സ്. അത് വേറെ കളി. അത്രേ ഉള്ളൂ. അല്ലാണ്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല അല്ലേ? ഇനി എന്താ ചെയ്യാൻ പറ്റണെന്ന് നമ്മൾ കാണിച്ചു തരാം. സൂറ ബാ. എന്റെ സാറ് അതിന് മുഴുത്ത വട്ടാന്ന് തോന്നുന്നു. ഓൻ അകത്തൊക്കെ പോയി തൂങ്ങിക്കഴിഞ്ഞാൽ നമ്മളെല്ലാരും കുടുങ്ങും. അയ്യോ, ഈ ആത്മഹത്യ നിൽക്കണ്ട. ഇനി ഇവ ആത്മഹത്യ ചെയ്താൽ നമ്മളെന്നെ ഓണം ഫയർഫോഴ്സ് ഇറങ്ങി വാ. മറിമായം